പഴയ 20% താഴെ വരാൻ പാടില്ല എന്നുള്ള ആ ഒരു EV പറ്റി അങ്ങനെ ഒരു ഇത് കേട്ടിരുന്നല്ലോ. അത് നമുക്ക് ഏതായാലും വഴി നിൽക്കുകയാണെങ്കിൽ നിൽക്കട്ടെ, നമ്മൾ മുന്നോട്ട് പോയി നോക്കാം. തള്ളാൻ പേടിയുണ്ടോ? എനിക്ക് ഇരുന്ന് ഇവിടുന്ന് തള്ളിന് 82 കാണിച്ചു. 10% ആയപ്പോ പിന്നെ റേഞ്ച് ഒന്നും കാണിക്കണില്ല. അതായത് 1% 4 കിലോമീറ്റർ വരെ കിട്ടുന്ന രീതി. അങ്ങനെ വെച്ച് നോക്കുകയാണെങ്കിൽ നമുക്ക് ഇന്ന് ഏകദേശം ഒരു 370 കിലോമീറ്റർ നന്നായിട്ട് ശ്രദ്ധിച്ച് ഓടുന്ന ഒരാൾക്ക് സുന്ദരമായിട്ട് 400 റേഞ്ച് കിട്ടും. ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഞങ്ങളിന്ന് ഒരു പുതിയ യാത്രയിലാണ്. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ പലരും കമന്റ് ചെയ്ത് നിങ്ങൾ 20% ആവണതിന് മുന്നേ ചാർജ് ചെയ്തു. പ്രതിമാഷേ, നമ്മൾ നല്ല നിരന്ന സ്ഥലങ്ങൾ പോവാം. നമ്മൾ ഏത് വഴിക്കാ പോകണം? നമ്മള് നിരന്ന സ്ഥലത്തേക്ക് പാലക്കാട് വഴി പോവാം അല്ലെ, പൊള്ളാച്ചി വഴി നല്ല റൂട്ടിൽ പോവാം. ഇതില് 430 റേഞ്ച് ഇപ്പൊ കാണിക്കുന്നുണ്ട് സിറ്റിയില്. ഇനി നമ്മളത് എക്കോയിലാക്കിയത് 451 കാണിക്കുന്നുണ്ട്, സ്പോർട്സിലാക്കിയത് 408. നമ്മള് എക്കോലിടാ, ഏറ്റവും കൂടുതൽ എക്കോലുള്ളത്. നമ്മൾ എക്കോലിട്ടാല് 451 കിലോമീറ്റർ കാണിക്കുന്നത്. പക്ഷെ ഈ ഒരു സാധനം ഇപ്പൊ ഒരു ഇഗ്നീഷ്യൻ സ്വിച്ച് ഓൺ ആയി കിടക്കുന്നുണ്ട്. നമ്മൾ ഒന്നും കൂടെ എന്ത് ചെയ്യണം? നമ്മളെ ബട്ടൺ അമർത്തണം, സ്റ്റാർട്ടിംഗ് ബട്ടൺ അമർത്തണം. അതൊന്നും കൂടെ പുഷ് ചെയ്തു. അപ്പൊ ഇഗ്നീഷ്യൻ പോയി ഒറ്റയടിക്ക് എന്ത് ചെയ്തു? ആ റേഞ്ച് 390 കണിച്ചു ചുരുങ്ങി. ഇതിന്റെ കാരണം എന്താ മനസ്സിലാവില്ല. അറിയുന്നവരൊന്ന് ഇതൊന്ന് കമന്റ് ചെയ്യട്ടോ. ഞങ്ങൾ എക്കോ മോഡിൽ ഇട്ടുള്ളത്. എക്കോ മോഡിൽ ഞങ്ങൾക്ക് 397 കിലോമീറ്റർ റേഞ്ച് കാണിക്കുന്നുണ്ട് 100%. ഇനി നോക്കാം യാത്ര ചെയ്യുമ്പോൾ എത്രയാണ് കുറയുന്നത് നമുക്ക് നോക്കാം. ഓക്കെ, പാലക്കാടേക്ക് പോകുമ്പോ ശരിക്കേ പ്രതിഭാഷേ നല്ല വഴിയതാ. അപ്പൊ സാധാരണ മണ്ണാർക്കാട് അങ്ങനെയുള്ള ആളുകൾ പോവാ. അതെ, അതൊരു അപേക്ഷിച്ച് കുറച്ചും കൂടി എളുപ്പം ഉള്ള റോഡാണ് ഈ ചെർപ്പളശ്ശേരി തൂത. ഏകദേശം 8 കിലോമീറ്ററോളം കുറവാന്നാ പറയുന്നത്. കുറവുണ്ട് അല്ലേ? പാലക്കാട്ടേക്ക് നമ്മള് നേരെ മുണ്ടൂര് പോയി ചാടുക ചെയ്യാം. മാത്രല്ല എങ്ങനെ നോക്കിയാലും അരമണിക്കൂറിലേറെ സമയത്തിന് നമുക്ക് കുറവ് കിട്ടും, സമയ ലാഭം കിട്ടും. ഒരു വണ്ടി കുറവാണ്. ഇനി മാത്രമല്ല നമ്മളിപ്പോ തൂത പാലം, ഇപ്പൊ പുതിയ ഉദ്ഘാടനം ചെയ്തൊരു പാലുണ്ട്. ആ പാലം കടന്നവര് 4 വരിപ്പാതയാണ്, ഡിവൈഡർക്കുള്ള 4 വരിപ്പാതയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ വണ്ടികൾ കുറവാണ്, നമുക്ക് നല്ല വേഗത്തിൽ എത്താനും കഴിയും. റോഡ് വലിയ കുഴപ്പമൊന്നുമില്ല, ഒക്കെ പണി കഴിഞ്ഞിട്ടുണ്ട്, നല്ല റോഡാണ്. ശിവഭാഷ, നമ്മളൊരു ചായ കുടിക്കാം. ചായ പറയുമ്പോ നല്ല വിശപ്പുണ്ട്. മാത്രമല്ല ഇവിടെ നല്ല പുട്ടും ബീഫൊക്കെ ഉണ്ടാവും. ആ കടന്റെ പേരനോക്ക്, പുട്ടുകട, ബോംബെ പുട്ടുകട, ബോംബെ കാക്ക പുട്ടുകട. പുട്ടുകട, ബോംബെ കാക്ക പുട്ടുകട. നമ്മള് ബോംബെ കാക്ക പുട്ടുകടയിൽ നിന്ന് ഓരോ പീസ് പുട്ട്, ബീഫ്, പിന്നെ പൊറോട്ട ആണെങ്കിൽ പൊറോട്ട ആക്കാം. ആദ്യം ഓരോ കഷ്ണം ബീഫ് ആയിക്കോട്ടെ, ബീഫ് പുട്ടും. നമ്മള് ബോംബെ കാക്കപ്പം ഇല്ലാതാണ് കേട്ടോ, ഒരു മരിച്ചൊരു വർഷമായി നടന്നു. ഇത് 24 മണിക്കൂറുള്ള കട കേട്ടോ. നല്ല ബീഫ് പുട്ട്. പാലക്കാട് ജില്ലയിൽ കയറുകയാണ്. പാലക്കാട് ജില്ലയിൽ കയറുമ്പോൾ നമ്മൾ ആദ്യം കാണുന്നത് തൂത പാലാണ്. ഇതിപ്പോ പുതിയ പാലം ഉദ്ഘാടനം കഴിഞ്ഞാണ്, ഇലക്ഷന്റെ തലേന്നാണ് ഉദ്ഘാടനം കഴിഞ്ഞത്. പഴയ പാലം നിലനിൽക്കുന്നുണ്ട്, അത് ഇങ്ങോട്ട് വരാനുള്ള പാലാണ്, വഴിയാണ്. തൂത മുണ്ടൂർ റോഡാണ്, 4 വരിപ്പാതയാണ്. ഇപ്പം നമ്മൾ റേഞ്ച് ടെസ്റ്റിൻ്റെ ഒരു ആദ്യ ഘട്ടത്തിൽ നമ്മളിപ്പോൾ 10% ആണ് ഉപയോഗിച്ചത്. ഈ 10% നമുക്ക് ഏകദേശം 38 കിലോമീറ്റർ കിട്ടിയിട്ടുണ്ട്. നമ്മൾ മാങ്കോടെത്തി. മാങ്കോടുള്ള കേരള മെഡിക്കൽ കോളേജാണ്, കേരള മെഡിക്കൽ കോളേജ്. ഈ വർഷം വീണ്ടും അംഗീകാരം കിട്ടിയ കോളേജാണ്. EV വണ്ടി പമ്പ് കാണുമ്പോൾ എല്ലാവരും ഇങ്ങനെ നോക്കുക. എന്ന് വെച്ചാൽ നമുക്ക് ടോയ്ലറ്റ് ഉപയോഗിക്കാൻ പമ്പ് മാത്രമേ നമുക്ക് ഓപ്ഷൻ ഉള്ളല്ലോ. അതുകൊണ്ട് EV വണ്ടി പമ്പിൽ കയറിയിട്ടൊന്ന് മൂത്രയ്ക്കാൻ വേണ്ടി NH മുണ്ടൂരെത്തി. ഇവിടെയാണ് ഈ റോഡ് വന്ന് തൂത റോഡ് വന്ന് ജോയിൻ ചെയ്യുന്നത്. ഇനി ഇവിടുന്ന് അങ്ങോട്ട് നമ്മളെ പാലക്കാട് കോഴിക്കോട് NH ആണ്, അതിലേക്ക് ജോയിൻ ചെയ്യണം. ഇവിടെ ഈ പ്രതിഭാഷ ഞാൻ എപ്പോഴും പാലക്കാട് പോകുമ്പോൾ ശ്രദ്ധിക്കുന്ന കാര്യമാണ്. നമ്മൾ ഈ പാലക്കാട് കോഴിക്കോട് റോഡ് പണി കഴിഞ്ഞല്ലോ, ഈ മലപ്പുറം വരെയുള്ള വർക്ക് കഴിഞ്ഞതിന് ശേഷം ഇവിടെ ഇങ്ങനെ ഒരു അവസ്ഥ ഉണ്ട്, ഭയങ്കര വീതിയിൽ. അപ്പം അന്ന് എല്ലാവരും പറഞ്ഞപ്പോൾ ടോൾ വരികയാണെന്നുള്ളത്. പക്ഷെ എന്തിനോട് ടോൾ വരുന്നത് എനിക്ക് യാതൊരു ഐഡിയ ഇല്ല. കോൺക്രീറ്റിന്റെ അടിയിൽ ഇന്റർലോക്ക് ഇട്ടിരിക്കുകയാണ്. അപ്പൊ ഇന്റർലോക്ക് എടുത്തിട്ടാണ് ടോളിന്റെ വർക്ക് വരുന്നത് പറയുന്നത്. അപ്പൊ ഇതിനെ കുറിച്ച് അറിയുന്ന ആരെങ്കിലും കമന്റ് ചെയ്യണം. എന്താണ് ഇവിടെ ഈ ഒരു ഏരിയ മാത്രം ഇത്ര വീതിയിൽ കോൺക്രീറ്റ് ഇട്ട് ഒരു ടോളിന് വേണ്ട എല്ലാ രീതിയും സെറ്റാക്കി വെച്ചിട്ടുണ്ട്. എന്തായാലും ഈ റോഡിന് ടോൾ വരാതെ പറയുന്നത് വളരെ ഭീകരമായ അവസ്ഥയാണ്.
പ്രതിമാഷേ, ഇപ്പൊ കഴിഞ്ഞ വീഡിയോയിൽ ഒരാൾ കമന്റ് ചെയ്തത് തമിഴ്നാട്ടിലും കർണാടകയിലൊന്നും ശരിക്ക് EV വണ്ടികൾക്ക് ടാക്സ് ഇല്ല എന്ന് പറയണത്. ഇപ്പൊ നമ്മളിവിടെ ഞാനിപ്പോ ഈ വണ്ടിക്ക് 63,000 രൂപ ടാക്സ് അടച്ചു വണ്ടി എടുത്തപ്പോ. എന്നാൽ തമിഴ്നാട്ടിലൊന്നും EV വണ്ടിക്ക് ടാക്സ് ഇല്ല എന്ന് പറയണത്. ഇലക്ട്രിക് വണ്ടികൾ പ്രോത്സാഹിക്കാൻ വേണ്ടി സർക്കാരുകൾ അങ്ങനെ പദ്ധതികൾ ചെയ്തതാണ്. സ്റ്റേറ്റുകളിലുണ്ട്. ശരിക്കും കേരളത്തിലും ചെയ്യേണ്ട ഒരു കാര്യമാണത് അല്ലേ? ചിലപ്പോ ഷോയിബ് മാഷ് വണ്ടി എടുത്തത് ഈ വണ്ടി എടുത്തതിന് ഒരു 10 ദിവസം മുന്നെയാണ്. ഡിസംബർ 29 ഡിസംബർ 29 എടുത്ത് വണ്ടി എടുത്തത്. മാനുഫാക്ചറിംഗ് ആ വണ്ടി ശരിക്ക് 8 വർഷത്തെ വാറന്റി വരുന്നുള്ളൂ. എന്നാൽ അതേ സാധനം ഫേസ് ലിഫ്റ്റ് ആയിട്ട് വന്നപ്പോ എന്താക്കി, അത് ലൈഫ് ടൈം 15 വർഷമാക്കി. എന്നാ അങ്ങനെ ചേഞ്ചിങ് ഒരു മുൻകൂട്ടി അറിയാൻ നമ്മൾ വെയിറ്റ് ചെയ്യായിരുന്നു. അതില്ലെങ്കിലും ആ കസ്റ്റമേഴ്സിനും കൂടി ഈ പറയുന്ന ഓഫറുകൾ അതാണ് ചെയ്യേണ്ടത്. അത് ടാറ്റ പരിഗണിക്കേണ്ട ഒരു കാര്യമാണ്. വ്യത്യാസത്തില് വണ്ടി എടുത്ത ആളുകൾ അതെ വിട്ടികളാവുന്ന അവസ്ഥയാണ്. ഒരു മാസം എന്നാ അല്ലെങ്കിൽ മുൻകൂട്ടി പറയണം, ഇങ്ങനെ വണ്ടി വരുന്നുണ്ട്, നിങ്ങൾ വെയിറ്റ് ചെയ്യണം, ഒരു പറയാൻ പറ്റും. ശരിക്ക് ടാറ്റയോട് നമ്മൾ കൃത്യമായിട്ട് പറയേണ്ട ഒരു കാര്യം തന്നെയാണ് അത്. ഇപ്പൊ നമ്മള് 20% നമ്മള് ചാർജ് കഴിഞ്ഞു, ഇനി 80 ഉള്ളൂ. നമ്മൾ ഓടിയത് 77.5. ഞങ്ങൾ പാലക്കാട് എത്തി. പാലക്കാടാണ് ഇപ്പോൾ പിന്നെ ഉള്ളത്. ശിവമാഷേ, പാലക്കാട് നല്ല ചൂടാട്ടോ. 37 ഡിഗ്രി സെൽഷ്യസ് ആണ് പുറത്ത് ചൂട് കാണിക്കുന്നത്. നമ്മള് കേരളം കഴിഞ്ഞ് തമിഴ്നാട്ടിൽ കയറിയാണ്. ഗോപാലപുരം ചെക്ക് പോസ്റ്റ് 30% കഴിഞ്ഞ് നമ്മളിപ്പോ 109.5 കിലോമീറ്റർ, ഏകദേശം 110 കിലോമീറ്റർ ഓടി. ഈ സൈഡിലെ മരം എന്താ വിവേ? മരം എന്താ? ഇത് പുളി മരങ്ങളാ? ഓ, നല്ല പുളി കണ്ടല്ലേ? 40% കഴിഞ്ഞു. 40% 137.6 കിലോമീറ്റർ ഓടി. ഇനി നമുക്ക് ബാക്കിയുള്ള 60% കാണിക്കുന്നത്. 247 റേഞ്ച് കാണിക്കുന്നത്. യാത്രയിൽ ചെറിയൊരു ട്വിസ്റ്റ് ഉണ്ട്. ഞങ്ങള് പറമ്പിക്കുളത്തേക്ക് യാത്രയാക്കി. ചുരം എപ്പോഴും വീക്ക്നെസ് ആണ്. അപ്പൊ ചെറിയ ചുരമുള്ളതെന്ന് പറഞ്ഞുകൊണ്ട് പ്രതിഭാഷം നമ്മള് പറമ്പിക്കുളം പോയി വരാന്ന് പറഞ്ഞിട്ട് അങ്ങോട്ടാണ് ഇപ്പോൾ പോകുന്നത്. അങ്ങോട്ടുള്ള ചെറിയ റൂട്ടിലൂടെയാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ചെക്ക് പോസ്റ്റ് ഉണ്ട്, ഫോറസ്റ്റ് ചെക്ക് പോസ്റ്റ്. ആ ചെക്ക് പോസ്റ്റിൽ 140 രൂപ ടിക്കറ്റ് എടുത്തു. ഞങ്ങളിവിടുന്ന് അങ്ങോട്ട് ഫോറസ്റ്റ് കയറുകയാണ്. കാട് ഒരു ചെറിയ പുതുമഴ കിട്ടിയിട്ടുണ്ട്, തളിർക്കാൻ തുടങ്ങുകയാണ്. അതാ കൊമ്പുകളൊക്കെ ചെറിയ പച്ചപ്പ് മഴ പെയ്തുകൊണ്ടാണ്. മഴ പെയ്ത് കഴിഞ്ഞാൽ ചെറുതായിട്ട് തളിർത്ത സമയമാണ്. പക്ഷേ നല്ല ചൂടുള്ളതുകൊണ്ട് ഉച്ചയായതുകൊണ്ട് ഇപ്പം മൃഗങ്ങളെ കാണാനുള്ള സാധ്യത കുറവാണ്. ഏതായാലും നമ്മൾ പറമ്പിക്കുളത്തേക്കുള്ള യാത്രയിലാണ്. ടോപ്പ് സ്ലിപ്പിലേക്കാണ് നമ്മൾ ആദ്യം എത്തുന്നത്. തുടർന്ന് നമ്മൾ പറമ്പിക്കുളത്തേക്ക് പോകും. നല്ല സ്ഥലമല്ലേ? ഈ സ്ഥലത്തിന്റെ പേരെന്താ? ടോപ്പ് സ്ലിപ്പ്. സഫാരി, ജംഗിൾ സഫാരി ഉണ്ട്. സഫാരി ഉണ്ട് ഇവിടെ. സ്റ്റേ ഉണ്ട്. ഓൺലൈൻ വഴി ബുക്ക് ചെയ്യണം സ്റ്റേക്ക് അല്ലേ? നമ്മൾ എങ്ങോട്ടാ പോകേണ്ടത്? നമ്മൾ പോകുന്നത് പറമ്പിക്കുളത്തേക്ക്. പറമ്പിക്കുളം അല്ലേ? ഓക്കെ, പറമ്പിക്കുളം. നമ്മൾ കേരളത്തിൽ. വെൽക്കം ടു കേരള. നമ്മൾ കേരളത്തിൽ നിന്ന് തമിഴ്നാട്ടിലൂടെ വീണ്ടും കേരളത്തിലേക്ക് എത്തി. പറമ്പിക്കുളം ടൈഗർ റിസർവ്. എത്തപ്പം എൻ്റെ കഥ. എടാ, അതൊരു പുതിയ വണ്ടിയാണത്. സ്ക്രാച്ച് വീഴും. മാറിക്ക് സ്ക്രാച്ച് വീഴും. ഇത് ആകെ സ്ക്രാച്ച് ആക്കൂലപ്പവൻ. ഞങ്ങള് പറമ്പിക്കുളം തൂണക്കട ഡാമിൻ്റെ ഉള്ളിൽ പോവാണ്. അപ്പം നമ്മള് ഗൈഡ് കൂടെ പേരുന്നിരുന്നു. ജ്യോതിഷാണ് കൂടെ ഉള്ളത്, ഗൈഡാണ്. 2 വണ്ടിയുണ്ട്, വേറെ വണ്ടിയുണ്ട്, തമിഴ്നാട് വണ്ടിയുണ്ട്. ഞങ്ങൾ ഒന്നിച്ചാണ് പോകുന്നത്. ഇനി എന്താ ഇവിടെ കാണാനുള്ളത്? കാഴ്ചകൾ ഇവിടെ സൈറ്റിംഗ് കുറച്ച് കുറവാണ് ഈ സമയത്ത്. വൈകുന്നേര സമയമാണ് വെച്ചാൽ ആന, ബൈസൺ, സാമ്പാർ ഡിയർ ഇതൊക്കെ കാണാൻ പറ്റും. ഇനി ഇവിടെ എത്ര ദൂരം പോകണ്ട അങ്ങോട്ട്? ഇവിടെ നിന്ന് 11 കിലോമീറ്റർ. 11 കിലോമീറ്റർ. ആണെന്താ പറയാ? ലാസ്റ്റ് പറമ്പിക്കുളം ഡാം വരെ പോകാൻ പറ്റും. 11 കിലോമീറ്റർ. ഓക്കെ. ഇത് പ്രൈവറ്റ് വണ്ടികൾ ഇങ്ങനെ പ്രൈവറ്റ് വണ്ടികൾ അലോഡ് തന്നെ. പക്ഷേ ഞങ്ങളുടെ ഓൺ വെഹിക്കിൾ 40 സീറ്റ് 30 സീറ്റ് വെഹിക്കിൾ ഉണ്ട്. മാത്രം പ്രൈവറ്റ് വണ്ടി വിടുള്ളൂ. ഓക്കെ. ഞങ്ങൾക്ക് നല്ല സമയത്ത് എത്തിയത്. ആ വണ്ടിയൊക്കെ ഫുള്ളായി അവസാന സമയമായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ വണ്ടി കൊണ്ട് തന്നെ പോകാൻ പറ്റി. ഞങ്ങൾ ഡാമിലേക്കുള്ള യാത്രയിലാണ്. നമുക്ക് 50% കഴിഞ്ഞു. പക്ഷെ നമ്മളിപ്പോൾ കാട്ടിലൂടെ കുറച്ച്
ചുരം പോലത്തെ റോഡ് കയറിയതോടുകൂടി നമുക്ക് ചുരുങ്ങി 158 ആയി ചുരുങ്ങി. ഇതുവരെ നമുക്കൊരു 30-35 കിട്ടിയിരുന്നത്, ഇപ്പം 20 കിട്ടിയത് നമുക്ക്. ഞങ്ങൾ പറമ്പിക്കുളത്ത് നിന്ന് അവരുടെ വണ്ടിയിൽ ട്രക്കിങ് നടത്താൻ വിചാരിച്ച് പോയതായിരുന്നു. പക്ഷെ ഞങ്ങളുടെ ഭാഗ്യത്തിന് അവിടെ എന്ത് ചെയ്തു, ഞങ്ങൾക്ക് നമ്മുടെ പ്രൈവറ്റ് വണ്ടി പോകാൻ പറ്റി. പക്ഷേ വിഷയം എന്താ വെച്ചാൽ നമുക്ക് വീണ്ടും ഒരു 30ഓളം കിലോമീറ്റർ ഉള്ളിലോട്ട് യാത്ര ചെയ്യേണ്ടി വന്നു. അതാണ് പ്രശ്നം ഉണ്ടായത്. നമ്മുടെ മൈലേജിനെ ആ ഒരു ടെസ്റ്റിനെ അത് ബാധിക്കും. എങ്കിലും നമ്മൾ ആ കിട്ടിയ അവസരം മാക്സിമം യൂസ് ചെയ്യണം. ഇത് നമ്മുടെ പറമ്പിക്കുളം ഡാം. പറമ്പിക്കുളം ഡാം എന്ന് പറയുന്നത് സ്ഥിതി ചെയ്യുന്ന കേരളത്തിലാണെങ്കിലും ഈ ഡാം ഓൺ ചെയ്യുന്നത് തമിഴ്നാട് ഗവൺമെൻറ്റാണ്. അപ്പോൾ ഇവിടുത്തെ വെള്ളം ടണൽ വഴി അവർ ആളിയാറിലേക്ക് എത്തിക്കുക. തൂണക്കടവ് ഡാമിൽ പോയിട്ട് രണ്ടും കൂടി ആളിയാറിലേക്ക് കൊണ്ടുപോയിട്ട് അവിടെ കറണ്ട് ഉൽപ്പാദിപ്പിച്ച ശേഷം പിന്നീട് കൃഷിക്ക് വേണ്ടിയിട്ട് തമിഴ്നാട്ടിലേക്കാണ് ആ വെള്ളം ഉപയോഗിക്കുന്നത്. എന്താ കേരളത്തിലൊരു വെള്ളം വേണ്ടല്ലോ, എല്ലാം തമിഴ്നാട്ടിൽ വെള്ളം നമ്മൾ കൃഷി കാര്യമായിട്ട് ഇല്ലാത്തതുകൊണ്ട് നമ്മൾ അറബിക്കടലിലേക്ക് വെറുതെ പാഴായി പോകുന്ന വെള്ളമാണല്ലോ. അപ്പോൾ ഇതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ശിരുവാണിയിലെ വെള്ളം, അതുപോലെ ഈ പറമ്പിക്കുളത്തെ വെള്ളം, ഇതൊക്കെ തമിഴ്നാടുമായിട്ട് നമ്മൾ അഗ്രിമെൻ്റ് വന്ന കരാറുകളാണ്. ഏതായാലും ഇത് ഒരു അത്ഭുതമാണ്. കേരളത്തിലാണെങ്കിലും നമ്മൾ തമിഴ്നാട്ടിലൂടെ വേണം അങ്ങോട്ട് പ്രവേശിക്കാൻ. ഈ കാണുന്ന മലയുടെ അപ്പുറം നെല്ലിയാമ്പതിയാണ്. നെല്ലിയാമ്പതി, തൃശ്ശൂർ, അതിരപ്പള്ളി, വാൽപ്പാറയൊക്കെ വരുന്നതിന്റെ അപ്പുറത്താണ്. പക്ഷെ നമുക്ക് അങ്ങോട്ട് കേരളത്തിലൂടെ വഴിയില്ല, തമിഴ്നാട്ടിൽ ഇറങ്ങി പോകണം. വരേണ്ടി വരും. അതാണ് ഈ ഡാമിന്റെ ചരിത്രം. വെള്ളം നമുക്കൊരു വെള്ളം വേണ്ട, നമുക്ക് വെള്ളം കൃഷിയില്ലല്ലോ, നമ്മളെല്ലാം വാങ്ങുന്നതാണ്. ഉപഭോക്താക്കളാണ് കേരളം എന്ന് പറയുന്നത്. പണം കൊടുത്ത് വാങ്ങി ഉപയോഗിക്കുന്ന ഉപഭോക്തൃ സംസ്കാരമാണ്. നമ്മളെല്ലാം കൊടുക്കാൻ തയ്യാറാണ്, നമ്മളെല്ലാം കൊടുക്കുകയാണ്. മറ്റുള്ളവർ അത് ഉപയോഗിക്കുന്നു. ആ കൃഷി ഉണ്ടാക്കിയിട്ട് ആ ഉൽപ്പന്നം അവരെടുക്കുന്നു, അവർ കൃഷി ചെയ്യുന്നു, എന്നിട്ട് നമ്മളോട് പച്ചക്കറി വാങ്ങിപ്പിക്കുന്നു. അതാണ് നമ്മൾ മലയാളികൾ. നമ്മൾ തിരിച്ച് പറമ്പിക്കുളം തിരിച്ചിറങ്ങിയപ്പോൾ നമുക്ക് എന്തായി, 60% റേഞ്ച് വന്നു. നമുക്ക് കിട്ടിയത് 192. നേരത്തെ കുറച്ച് റേഞ്ച് കുറവുള്ള കുറച്ച് കൂടി കിട്ടി. 10% നമുക്ക് 34 കിലോമീറ്റർ കിട്ടി. കാരണം ചെറിയൊരു ചുരത്തിൽ ചെറിയൊരു ഇറക്കൊക്കെ ഉണ്ടായിരുന്നു, അതുകൊണ്ട് നമുക്ക് കിട്ടിയത്. ഒന്ന് കൊടഞ്ഞ മോനെ, ഒന്ന് കൊടി മോനെ, കൊടി കൊടി കൊടി. %70 കഴിഞ്ഞ് നമ്മൾ 245 കിലോമീറ്റർ ഓടി. ഈ പറമ്പിക്കുളത്തെ ചെറിയ ചുരം കയറി ഇറങ്ങി. അതോടെ ആ കയറുന്നതിൻ്റെ കുറവ് ഇറങ്ങുമ്പോൾ നിർത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇപ്പോഴും 3.5 വെച്ച് നമുക്ക് കിട്ടുന്നുണ്ട്. ചുരക്ക് ഇറങ്ങി പാലക്കാട് എത്തിയപ്പോൾ ക്ഷീണം മാറ്റാൻ വേണ്ടിയിട്ട് ഇവിടെ റേഞ്ച് കുറച്ച് കുറവാണ്. അപ്പോൾ അഥവാ വണ്ടി വഴിയിലൊക്കെ നിൽക്കുകയാണെങ്കിൽ തള്ളണമല്ലോ, ഒരുങ്ങി റെഡിയാവുകയാണ്. 24% കൊണ്ട് നമ്മൾ വട്ടപ്പറമ്പ് എത്തണം. പിന്നെ അതല്ലെങ്കിൽ നമ്മളിവിടെ പ്രതീക്ഷിക്കുന്നത് പെരിന്തൽമണ്ണ EV ചാർജ് സ്റ്റേഷൻ ഉണ്ട്. അവിടെ നിന്ന് ചാർജ് ചെയ്യേണ്ട അവസ്ഥ ഉണ്ടെങ്കിൽ മാത്രം ചാർജ് ചെയ്യും, അല്ലെങ്കിൽ നേരെ വട്ടപ്പറമ്പ് കൂടും അല്ലേ. ഫുള്ള് 100% ഓടാനുള്ള പരിപാടിയാണ്. എന്താണ് പ്രതിമാഷേ, നമുക്ക് പരമാവധി ആ പഴയ 20% താഴെ വരാൻ പാടില്ല എന്നുള്ള ആ ഒരു EVയെ പറ്റി അങ്ങനെ ഒരു ഇത് കേട്ടിരുന്നല്ലോ. അതാണ് അത് നമുക്ക് ഏതായാലും വഴി നിൽക്കുകയാണെങ്കിൽ നിൽക്കട്ടെ, മുന്നോട്ട് പോയി നോക്കാം. നമുക്ക് ഏകദേശം ഇനിയും യാത്ര ചെയ്യാനുള്ളത് 80-85 കിലോമീറ്റർ യാത്ര ചെയ്യാനുണ്ട്. റേഞ്ച് കാണിക്കുന്നത് 94ആണ്. പിന്നെ ടാറ്റ കാണിക്കുന്നത്, പഞ്ച് കാണിക്കുന്നത് 94ആണ്. നമുക്ക് 88 യാത്ര ചെയ്യാനുള്ളൂ. അത് പോയി നോക്കുക, 94 കിട്ടുമോ, 88 എത്തുമോ എന്നൊന്ന് പരിശോധിച്ച് നോക്കുക. ഷുഹൈബ് മാഷേ, നിനക്ക് തള്ളാൻ പേടിയുണ്ടോ? എനിക്ക് ഇരുന്ന് എത്രയും തള്ളും, എത്രയും തള്ളും, നടക്കൂല. അപ്പൊ നമുക്ക് ചാർജ് ചെയ്യാനേ വഴിയിലൂടെ കുത്തിട്ട് നമുക്ക് പോവാം. അപ്പൊ നാം പോയി നോക്കുക എത്ര കിട്ടുന്നു. 20-ന്റെ ഇനിയിപ്പോ 24 താഴേക്ക് പോകാൻ പോവാണ്. ഇനി 20-ന്റെ താഴേക്കാണ് ഇനി ഓടുന്നത്. ഇപ്പൊ അതില് സിറ്റിയിൽ കാണിക്കുന്നത് 74 കിലോമീറ്ററാണ് കാണിക്കുന്നത്. എന്തായാലും പോയി നോക്കാം എത്ര വരെ കിട്ടും നോക്കാം. എനിക്ക് ഓടാനുള്ള 65 വീട്ടിക്ക്. 65 വീടെത്തും. അപ്പൊ അത് കിട്ടൂല പരിശോധനയാണ്.
ഷുമാഷേ ഇനി 15% ഉള്ളത് ട്ടോ. പക്ഷെ വണ്ടിക്ക് യാതൊരു പ്രയാസവും കാണുന്നില്ല. AC-ലോ പുള്ളിങ്ങിലോ ഒന്നും ഒരു കുറവില്ല. അങ്ങനെ യാതൊരു ഫീലിംഗും ഇല്ല. ഇതുവരെ പോയ അതേപോലെ കാര്യങ്ങൾ പോകുന്നുണ്ട്. ഇനി 15% ഉള്ളത്. ഞങ്ങൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അങ്ങനെ നമ്മള് 10% എത്തി. മെസ്സേജ് വന്നു, ലിമിറ്റഡ് സർവീസ് ആയി, റീചാർജ് ചെയ്യാൻ പറഞ്ഞു. അപ്പൊ ഞങ്ങള് ഇനി എത്ര കിലോമീറ്റർ ആന്നുള്ളത് റേഞ്ച് കാണിക്കുന്നില്ല. അപ്പൊ അതുകൊണ്ട് ഏത് നിമിഷവും ചിലപ്പോ നിൽക്കാം. നമ്മള് അങ്ങനെ പെരിന്തൽമണ്ണ എത്തി. പെരിന്തൽമണ്ണ മുഗൾ പാർക്കിൽ നിന്ന് റീചാർജ് ചെയ്യാണ്. 100 രൂപയ്ക്ക് കൊടുത്തിട്ടുള്ളൂ. കാരണം നമുക്ക് വീട്ടിലെത്താൻ സമയം അത്ര ആവശ്യമുള്ളൂ. ചാർജ് മോഡാണിത്. ചാർജ് മോഡ് 10% ഓടാൻ പറ്റൂല. 10% ഓടാം. റിസ്ക് ഉണ്ട്. ഒരു പേടിയാണ്. റേഞ്ച് കാണിക്കുന്നില്ല. അപ്പോൾ പിന്നെ റിസ്ക് എടുത്ത്, അതായത് നമ്മളതിൽ കാണിച്ചിരുന്നല്ലോ. 12% 100% ആവാൻ 1 മണിക്കൂർ 15 മിനിറ്റാണ് വേണ്ടത്. നമുക്ക് 10% വരെ എന്തായാലും കോൺഫിഡൻ്റ് ആയിട്ട് പോവാം. 10% ശേഷം ചാർജ് ചെയ്ത് നിർബന്ധമാണ്. അതാണ് നല്ലത്. വേറൊരു മാർഗമൊന്നുമില്ല. ഇവിടെ ചാർജിങ് സ്റ്റേഷൻ കണ്ടാലും അവിടുന്ന് ചാർജ് ചെയ്യാം. അതല്ല എങ്കിൽ ചിലപ്പോൾ പ്രയാസമായി വരും. 52 കാണിച്ചു. 10% ആയപ്പോൾ പിന്നെ റേഞ്ച് ഒന്നും കാണിക്കണില്ല. റേഞ്ച് കാണിക്കാത്തതുകൊണ്ട് ഞങ്ങൾക്കൊരു പേടി. അതിന് പകരം ചാർജിങ്ങിന് ചിഹ്നം മാത്രം. പിന്നെ 2 ലൈറ്റ് വേറെ കത്തി. ലൈറ്റുകൾ കത്തുന്നുണ്ട്. അതൊക്കെ ശരിയാണ്, സൂചനകള്. നമ്മളേ 10% നമ്മളിപ്പോ 11% ചാർജ്, നമ്മൾ 9% എത്തിയിരുന്നു. നമ്മൾ 100 രൂപക്ക് അപ്പൊ ചാർജ് ചെയ്ത് 100 രൂപക്ക് നമുക്ക് 11% ചാർജ് കിട്ടി. അപ്പൊ നമ്മളിന്ന് മൊത്തം ഓടിയത് 331 കിലോമീറ്റർ ആണ് ഓടിയത്. പെരിന്തൽമണ്ണ വരെ. ഞങ്ങള് വീട്ടിലേക്ക് ഒരു 15 കിലോമീറ്റർ വീട്ടിലേക്കുണ്ട്. അപ്പൊ ചാർജ് ചെയ്തുകൊണ്ട് ഞങ്ങൾ എടുക്കുന്നില്ല. അപ്പൊ 90% റേഞ്ചിൽ നിന്ന് ഓടിയത് 330 കിലോമീറ്റർ ആണ്. അതൊരു 10-25 കിലോമീറ്ററോളം നമ്മൾ ചുരം കയറി ഇറങ്ങിയിട്ടുണ്ട്. അതില്ലായിരുന്നുവെങ്കിൽ കുറച്ചും കൂടി റേഞ്ച് കൂടുമായിരുന്നു. 370 വരെ റേഞ്ച് കിട്ടുമായിരുന്നു. അല്ല, ശരിക്കും ഇന്നത്തെ ഞങ്ങൾ കണക്കനുസരിച്ച് 90-ന് 330 ഓടിയ സ്ഥിതിക്ക് ഇനി അടുത്തുള്ള 10-ന് എന്തായാലും 30-ന് മേലെ കിലോമീറ്റർ ഓടുന്ന ഉറപ്പാണ്. ഒരു 35-40 കിലോമീറ്റർ ഓടും. രണ്ടാമത് നമ്മൾ റീജനറേഷനും പിന്നെ ഡ്രൈവും നല്ലോണം നോക്കിയിട്ട് ആ രീതിയിൽ കൃത്യമായി നോക്കി ഓടിച്ചാൽ നമുക്ക് ഈസി ആയിട്ട് 400-ന്റെ അടുത്ത റേഞ്ച് എന്തായാലും കിട്ടും. പിന്നെ പറയാനുള്ളത് വെച്ചാൽ 10% വരെ മാത്രമേ നമുക്ക് ഉപയോഗിക്കാൻ കഴിയുള്ളൂ. 10 കഴിഞ്ഞാൽ പല നിയന്ത്രണം വണ്ടിക്ക് വരുന്നുണ്ട്. അതുകൊണ്ട് 10% വരെ കഴിയുള്ളൂ. അപ്പോൾ എനിക്ക് എല്ലാവരോടും പറയാനുള്ള, ലോങ് യാത്ര ഫാമിലി സഹിതം പോവുകയാണെങ്കിൽ വെയിറ്റ് ചെയ്യരുത്. ഒരു 30 കഴിഞ്ഞാൽ ഒരു 20-30ന്റെ അടിയിൽ തന്നെ എന്ത് ചെയ്യാൻ നോക്കുക, പരമാവധി ഒന്ന് ചാർജ് ചെയ്യാൻ നോക്കുക. പ്രതിമാസം മുഖത്ത് നോക്കിയാൽ കാണാം ടെൻഷൻ. കാരണം മൂപ്പര് വണ്ടി എടുക്കാൻ പോണ ആളാണ്. അപ്പോൾ ശരിക്ക് യാത്ര ചെയ്യുമ്പോൾ നല്ല ശ്രദ്ധിച്ച് തന്നെ നമ്മൾ ഈ EV വണ്ടികൾ ഓടിക്കണം. പക്ഷെ ഇൻഡയസേഷൻ അത്ര, അതായത് 10% വരെ ഒരു പേടിയില്ലാണ്ട് ഓടിക്കാം. നമ്മൾ 3 പേരാണ് ഇപ്പൊ ഇതിലുണ്ടായിരുന്നത്. അതെ. പിന്നെ വണ്ടിയിലെ ലോഡ് ഒരു പ്രശ്നമാണ്. അതെ, അതുകൊണ്ട്. പിന്നെ മറ്റൊന്നെന്ന് പറയുന്നത്, ഇന്നത്തെ യാത്ര ഞങ്ങൾ പ്ലാൻ ചെയ്തത് നിരന്ന റോട്ടിലൂടെ പോവാന്നുള്ള ഉദ്ദേശത്തിലാണ്. പറമ്പിക്കുളം കേറാമെന്നൊരു പ്ലാൻ അവിടുന്ന് ഉണ്ടായതാണ്. അങ്ങനെ സംഭവിച്ചു പോയി എന്നുള്ളതാണ്. അതല്ലെങ്കിൽ നമുക്ക് കൃത്യമായിട്ട് ഇതിലൊരു 400 എത്തിച്ചിരുന്നു. 5 EV നല്ല മൈലേജ് ആണ്, ഒരു സംശയവും വേണ്ട. ആർക്കും റെക്കമെൻഡ് ചെയ്യാവുന്ന ഒരു വണ്ടിയാണ്. പിന്നെ പുതിയ 5 EVക്ക് 400 റേഞ്ച് നമുക്ക് നന്നായിട്ട് ശ്രദ്ധിച്ച് ഓടുന്ന ഒരാൾക്ക് സുന്ദരമായിട്ട് 400 റേഞ്ച് കിട്ടും. എല്ലാവരും 5 EV കുടുംബത്തിലേക്ക് സ്വാഗതം ചെയ്യണം. ഓക്കെ, ബൈ.